ഹായ്, ഞാൻ ഐശ്വര്യ. ഇനി ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ ചാറ്റിങ്ങിലൂടെ തന്നെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയുള്ള കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഇഷ്യൂസ് നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിലേക്ക് വിളിക്കാവുന്നതാണ്. ഇന്നത്തെ ഡെയിലി ലൈഫിലെ എല്ലാ കാര്യങ്ങളും അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷനും ഏറ്റവും കൂടുതൽ നടക്കുന്നത് ഒരു ഓൺലൈൻ ചാറ്റിങ്ങിലൂടെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ചാറ്റിങ്ങിന് അത്രയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇങ്ങനെ നിങ്ങൾ സ്നേഹിക്കുന്ന ഒരു വ്യക്തിക്ക്, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിക്ക് മെസ്സേജ് അയക്കുന്ന ഒരു സമയത്ത്, ചാറ്റ് ചെയ്യുന്ന ഒരു സമയത്ത് അവരെ അതിലൂടെ തന്നെ ഇംപ്രസ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു 7 ടിപ്സിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത്. അതിൽ ഒന്നാമതായി പറയുന്നതാണ് കൂടുതലായി അവൈലബിൾ ആക്കാതിരിക്കുക. എന്ന് വെച്ചാൽ നിങ്ങൾ ആരുമായിട്ടാണ് ചാറ്റ് ചെയ്യുന്നത്, ആ ഒരു വ്യക്തിക്ക് വേണ്ടി നിങ്ങൾ കൂടുതലായിട്ട് അവൈലബിൾ ആകാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അതായത് അവരെ മടുപ്പിക്കുന്ന രീതിയിൽ, അവരെ വെറുപ്പിക്കുന്ന രീതിയിൽ ഒരിക്കലും തന്നെ നമ്മൾ ചാറ്റ് ചെയ്യാതിരിക്കുക. നിങ്ങളുടെ സമയത്തിനും അതുപോലെ തന്നെ നിങ്ങൾ ആർക്കാണോ മെസ്സേജ് അയക്കുന്നത്, ആരോടായിട്ടാണോ ചാറ്റ് ചെയ്യുന്നത്, അവരുടെ ഒരു സമയത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് തന്നെ ആയിരിക്കണം നിങ്ങൾ ആ ചാറ്റിംഗ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. എന്ന് വെച്ചാൽ നിങ്ങളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു വ്യക്തിക്ക് നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ബിസിയാണോ, ഫ്രീ ആയിട്ടാണോ ഇരിക്കുന്നത്, നിങ്ങളുടെ കാര്യങ്ങളെല്ലാം തന്നെ അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി, ഒരു എക്സൈറ്റ്മെന്റ് എല്ലാം തന്നെ ഇതിലൂടെ നമുക്ക് കൂട്ടിയെടുക്കാൻ സാധിക്കും. ഇങ്ങനെ നിങ്ങളെക്കുറിച്ചുള്ള ഒരു എക്സൈറ്റ്മെന്റും അതുപോലെ തന്നെ കാര്യങ്ങളും ക്യൂരിയോസിറ്റിയും ഒക്കെ എന്താണ് നമുക്ക് ഈ പറയുന്നതിലൂടെ തന്നെ അത് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അതല്ല നിങ്ങൾ ഒരുപാട് അവൈലബിൾ ആയി ഇരിക്കുകയാണ്, അവർ മെസ്സേജ് അയക്കുന്ന ഒരു സമയത്ത് സ്പോട്ടിൽ നിങ്ങൾ റിപ്ലൈ കൊടുക്കുകയാണെങ്കിൽ എന്തായിരിക്കും, അവർ അത്രത്തോളം ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് നൽകുന്നുണ്ടാവില്ല, നിങ്ങൾക്ക് വേണ്ടി അവർ വെയിറ്റ് ചെയ്യുന്നുണ്ടാകില്ല. മറിച്ച് നിങ്ങൾ കുറച്ച് ബിസി ആയി, കുറച്ച് അവൈലബിൾ ഒക്കെ ആയി, കുറച്ച് ബിസി ആയി ഇരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു റിപ്ലൈക്ക് വേണ്ടി ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു വ്യക്തി അതിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടാകും. അപ്പോൾ ആദ്യമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത് തന്നെയാണ്. ആർക്കാണോ നിങ്ങൾ ചാറ്റ് ചെയ്യുന്നത്, അത് നിങ്ങൾ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലും അതല്ല കോമൺ ആയിട്ടുള്ള ഒരാളാണെങ്കിൽ പോലും കൂടുതലായി നിങ്ങൾ അവൈലബിൾ ആക്കാതിരിക്കുക. രണ്ടാമതായി പറയുന്നതാണ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക് സംസാരിക്കുക. ഓരോരുത്തർക്കും ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് പല കാര്യത്തിലായിരിക്കും അല്ലേ. നമ്മുടെ ഇൻട്രസ്റ്റ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളിലായിരിക്കും അതൊക്കെ കിടക്കുന്നുണ്ടാക്കുക. ഇങ്ങനെ നിങ്ങൾ ആരുമായിട്ടാണ് ചാറ്റ് ചെയ്യുന്നത്, ആ ഒരു വ്യക്തിയുടെ ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ തന്നെ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. ചിലപ്പോൾ അവരെ സംബന്ധിച്ച് അവർക്ക് സ്പോർട്സ് ഇഷ്ടമായിരിക്കും, അല്ലെങ്കിൽ ഡ്രോയിങ്, ഡാൻസിങ്, ഈ കാര്യങ്ങളൊക്കെ അവർക്ക് ഒരുപാട് ഇഷ്ടമായിരിക്കും. അതായിരിക്കും അവരുടെ ഹോബീസ് അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഉള്ള ഒരു മേഖല എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ അവരുടെ ഒരു ഇൻട്രസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളും അല്ലെങ്കിൽ ആ ഒരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് അതുമായി കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുക. ഇങ്ങനെ ചെയ്യുന്ന ഒരു സമയത്ത് നമുക്കറിയാം, നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് ഒരുപാട് സംസാരിക്കുന്നുണ്ടാകും അല്ലേ. ആരോടായാലും നമുക്ക് അതിനെക്കുറിച്ച് അറിയാവുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിക്കുന്നുണ്ടാകും. ഇവിടെയും അങ്ങനെ തന്നെയാണ് സംഭവിക്കുക. അവരുടെ ഇൻട്രസ്റ്റ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് നിങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ അവരും എന്തായിരിക്കും നല്ല രീതിയിൽ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടാകും. അപ്പോൾ അവരുടെ ഇൻട്രസ്റ്റ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ആ ചാറ്റിംഗ് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുക. മൂന്നാമതായി പറയുന്നതാണ് മൂഡ് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പെരുമാറുക. നമുക്കറിയാം, ഒരു വ്യക്തി ഒരു സ്ഥായിയായ ഭാവമായിരിക്കില്ല. നമ്മുടെ ഫീലിങ്സും അതുപോലെ തന്നെ ഇമോഷൻസും എല്ലാം തന്നെ മാറി മറിഞ്ഞിരിക്കും. അപ്പോൾ നിങ്ങൾ ആരുമായിട്ടാണ് ഇത്തരത്തിൽ ചാറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ മെസ്സേജ് അയക്കുന്നത്, അവരുടെ മൂഡും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ചാറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ചിലപ്പോൾ നിങ്ങളിങ്ങനെ തമാശയിലൂടെ സംസാരിക്കുന്ന ഒരു സമയത്ത് നിങ്ങളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരുപാട് ടെൻഷൻ അടിച്ചിരിക്കുന്ന ഒരു സമയമായിരിക്കും, അല്ലെങ്കിൽ ഒരുപാട് ദേഷ്യപ്പെട്ടിരിക്കുന്ന ഒരു സമയമായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിലൊന്നും കയറി ഒരുപാട് ഫണ്ണി ആയിട്ടുള്ള കാര്യങ്ങളൊന്നും പറയാതിരിക്കുക. നമ്മൾ പൊതുവേ പറയാറുണ്ട്, വെറുതെ ചളി അടിക്കണ്ട, അല്ലെങ്കിൽ എനിക്കിപ്പോൾ അത്ര മൂഡില്ല, ഇതൊന്നും കേൾക്കാം എന്ന രീതിയിൽ അവർ റിപ്ലൈ ഒക്കെ തരുന്നുണ്ടെങ്കിൽ അവരൊരു മൂഡ് ഓഫ് ആണ്, അല്ലെങ്കിൽ അത്ര അവരുടെ മൂഡ് ശരിയല്ല എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതനുസരിച്ച് തന്നെ പെരുമാറാൻ വേണ്ടി ശ്രമിക്കുക. അവരെ കൂടുതലായിട്ട് കളിയാക്കുക അല്ലെങ്കിൽ അവരെ ദേഷ്യപ്പെടുത്തുന്ന കാര്യങ്ങളൊന്നും പിന്നീട് പറയാതിരിക്കുക. അപ്പോൾ നിങ്ങൾ ആരുമായിട്ടാണ് ചാറ്റ് ചെയ്യുന്നത് അവരുടെ മൂഡ് മനസ്സിലാക്കി തന്നെ അവരോട് പെരുമാറാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക. നാലാമതായി പറയുന്നതാണ് ചാറ്റിങ്ങിൽ കുറച്ച് ഫണ്ണി ആയിട്ടുള്ള എലമെൻറ്റ്സ് കൂടി ആഡ് ചെയ്യുക. ഒരാൾ ഒരുപാട് സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത്, അല്ലെങ്കിൽ സീരിയസ് ആയിട്ടുള്ള ടോപ്പിക്സ് മാത്രമാണ് സംസാരിക്കുന്നതെങ്കിൽ നമുക്കത് കേൾക്കാനോ അല്ലെങ്കിൽ അവരോട് സംസാരിക്കാനോ അത്രത്തോളം ഇൻട്രസ്റ്റ് തോന്നാറില്ല അല്ലേ. അപ്പോൾ ചാറ്റിംഗ് ആയാലും ശരി, കോളിംഗ് ആയാലും ശരി, നമ്മളത് ചെയ്യുന്ന ഒരു സമയത്ത് ഫണ്ണി ആയിട്ടുള്ള കാര്യങ്ങൾ കൂടി അതിൽ ആഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെ ഇരിക്കുമ്പോൾ എന്താണ്, നമ്മളെ ചിരിപ്പിക്കുന്ന ഒരാളോട് സംസാരിക്കാൻ നമുക്കും ഇഷ്ടവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കല്ലേ. അതുപോലെ തന്നെ ആയിരിക്കണം ചാറ്റിംഗ് ആണെങ്കിൽ പോലും നിങ്ങൾ ഫണ്ണി ആയിട്ടുള്ള എലമെൻറ്റ്സ് ഒക്കെ യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇപ്പോൾ ഡെയിലി ലൈഫിൽ തന്നെ നമുക്ക് ഒരുപാട് തമാശകളും കാര്യങ്ങളും അല്ലെങ്കിൽ നമുക്ക് പറ്റിയ ചില അബദ്ധങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ അവരുമായിട്ട് നല്ല രീതിയിൽ തന്നെ ഫണ്ണിയായി ഷെയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇത് അവരെ സംബന്ധിച്ച് കേൾക്കാനും അതുപോലെ തന്നെ നിങ്ങളിലേക്ക് കൂടുതലായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുമുള്ള ഒരു താല്പര്യമാണ് അവിടെ കൂട്ടുന്നത്. അപ്പോൾ ഇങ്ങനെ ഫണ്ണി ആയിട്ടുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടി ശ്രമിക്കുക. അഞ്ചാമതായി പറയുന്നതാണ് ഓവർ കെയറിങ് കൊടുക്കാതിരിക്കുക.
ഒരു ചാറ്റിങ്ങിൻ്റെ തുടക്കത്തിൽ തന്നെ അല്ലെങ്കിൽ നിങ്ങൾ പരിചയപ്പെട്ടിട്ട് ചാറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് അത്ര നാളൊന്നും ആയില്ല, അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണെങ്കിൽ നിങ്ങൾ അവരെ കൂടുതലായിട്ട് കെയർ ചെയ്യരുത്. ഇത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് ഗേൾസിനോട് ഇത്തരത്തിൽ നിങ്ങൾ ആദ്യം തന്നെ തുടക്കത്തിൽ തന്നെ ഇത്തരത്തിൽ കെയറിങ്ങിലൂടെ സംസാരിക്കുകയാണെങ്കിൽ അവർക്കത് അത്രത്തോളം ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമായിരിക്കില്ല. എന്ന് വെച്ചാൽ അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം കയറി ഇടപെടുക, ആവശ്യമില്ലാത്ത അഭിപ്രായങ്ങളൊക്കെ പറയുക. അതുപോലെ തന്നെയാണ് അവർക്ക് എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങളോട് പറയാനോ അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനോ താല്പര്യമില്ലെങ്കിൽ പിന്നീട് ആ കാര്യത്തെക്കുറിച്ച് കുത്തി കുത്തി ചോദിക്കുന്ന ഒരു ശീലം ചിലർക്കൊക്കെ ഉണ്ടായിരിക്കല്ലേ. അതെന്താണെന്ന് അറിഞ്ഞാലേ സമാധാനം കിട്ടൂ എന്ന രീതിയിൽ പെരുമാറുന്നവരുണ്ടാകും. അങ്ങനെ ഒരിക്കലും ചെയ്യാതിരിക്കുക. അവർക്ക് പറയണം എന്നുള്ള ഒരു ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ അവർ അത് തീർച്ചയായിട്ടും നിങ്ങളോട് ഷെയർ ചെയ്യുന്നുണ്ടാകും. അപ്പോൾ അങ്ങനെ അവർ അത് പറയുന്നില്ല, നിങ്ങൾ ഒരു തവണ ചോദിച്ചു 2 തവണ ചോദിച്ചു അവർ പറയുന്നില്ലെങ്കിൽ പിന്നെ അത് വിട്ടുപിടിക്കുക. ഒരിക്കലും അതിൽ തന്നെ കടിച്ചു തൂങ്ങി നിൽക്കരുത്. അവർക്ക് ഒട്ടും തന്നെ താല്പര്യമില്ല നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനെങ്കിൽ പിന്നീട് അതിനെക്കുറിച്ച് ചോദിക്കാതിരിക്കുക. അപ്പോൾ ഈ കുത്തി കുത്തി ചോദിക്കുക എന്നൊക്കെ പറയുന്നത് ചാറ്റിങ്ങിലായാലും ശരി കോളിങ്ങിലായാലും ശരി നമ്മൾ പാടെ ഉപേക്ഷിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ഓവർ കെയറിങ് നിങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കി നിർത്താൻ വേണ്ടി ശ്രമിക്കുക. 6ാമതായി പറയുന്നതാണ് കോപ്പി ചാറ്റിംഗ് സ്റ്റൈൽ. ഓരോരുത്തർക്കും ചാറ്റിങ്ങിന് ഒരു സ്റ്റൈലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഇത് നമുക്ക് കുറച്ച് ദിവസങ്ങൾ അല്ലെങ്കിൽ കുറച്ച് മാസങ്ങൾ ചാറ്റ് ചെയ്യുന്നതിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അല്ലേ. അതായത് ഇപ്പോൾ ചിലരൊക്കെ ചാറ്റ് ചെയ്യുന്നുണ്ടാകുക ഏറ്റവും കൂടുതൽ ടൈപ്പ് മെസ്സേജ് അയച്ചിട്ടായിരിക്കും. മറ്റു ചിലരാണെങ്കിൽ ഏറ്റവും കൂടുതലായിട്ട് വോയിസ് മെസ്സേജ് ആയിരിക്കും നമുക്ക് അയക്കുന്നുണ്ടാകുക. അതല്ലെങ്കിൽ ഇമോജീസ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നവരുണ്ടാകും. അപ്പോൾ ഇത്തരത്തിൽ അവരുടെ ഒരു ചാറ്റിംഗ് സ്റ്റൈൽ എങ്ങനെയുള്ളതാണെന്ന് മനസ്സിലാക്കി അവരുമായിട്ട് ചാറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇത് അവർക്ക് എന്തായിരിക്കും കൂടുതലായിട്ട് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അവരെ കംഫർട്ട് ആക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ ഒരു ചാറ്റിംഗ് സ്റ്റൈൽ മനസ്സിലാക്കിയതിന് ശേഷം നമ്മുടെ ചാറ്റിംഗ് സ്റ്റൈൽ മാറ്റുകയാണെങ്കിൽ അത് കുറച്ചുകൂടി കംഫർട്ടായിരിക്കും അവർക്ക്. അതുപോലെ തന്നെ അവരുമായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നല്ല രീതിയിൽ സാധിക്കും. ഇത് ആ വ്യക്തിയോട് മാത്രം ചെയ്യണമെന്നാണ് പറയുന്നത്, അല്ലാതെ എല്ലാവരും മൊത്തത്തിൽ നിങ്ങളെ തന്നെ മാറ്റിക്കളയണം അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ചാറ്റിംഗ് സ്റ്റൈൽ മൊത്തത്തിൽ മാറ്റണം എന്നല്ല പറയുന്നത്. ഇങ്ങനെ ആരെയാണ് നിങ്ങൾ ഇംപ്രസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ആ വ്യക്തിയുമായിട്ട് ചാറ്റ് ചെയ്യുന്ന ഒരു സമയത്ത് അവരുടെ ചാറ്റിംഗ് സ്റ്റൈലിലൂടെ തന്നെ അവരോട് ചാറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അടുത്തതായി ലാസ്റ്റ് പോയിന്റായി പറയുന്ന ഒരു കാര്യമാണ് ജെന്യുവിനായി തന്നെ നിൽക്കുക. നമ്മൾ വിചാരിക്കാറുണ്ട് ഞാനിപ്പോൾ ഒരു ഫോണിലൂടെയല്ല അവനോട് സംസാരിക്കുന്നത് അല്ലെങ്കിൽ അവളോട് സംസാരിക്കുന്നത്, അതുകൊണ്ട് ഞാനിപ്പോൾ എന്ത് പറഞ്ഞാലും വിശ്വസിക്കും എന്നുള്ള രീതിയിൽ ഒരിക്കലും നമ്മൾ ചെയ്യരുത്. ഒരു ഫോൺ കോളിലൂടെ ആയാലും അതല്ല നേരിട്ടാണെങ്കിൽ പോലും നിങ്ങൾ എന്ത് ചെയ്യുക, ജെന്യുവിനായി തന്നെ നിൽക്കാൻ വേണ്ടി ശ്രമിക്കുക. ഒരിക്കലും അവരെ പറ്റിക്കുന്ന രീതിയിലൊന്നും നമ്മൾ ഒരു തരത്തിലുള്ള കള്ളങ്ങളോ കാര്യങ്ങളോ പറയരുത്. അതൊരു ചെറിയ കാര്യത്തിലാണെങ്കിൽ പോലും നമ്മൾ ചെയ്യാൻ പാടില്ല. പ്രത്യേകിച്ച് നിങ്ങൾ ആ ഒരു റിലേഷൻഷിപ്പ് ലോങ് ടൈമായിട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾ ഒരിക്കലും ചെയ്യാതിരിക്കുക. നിങ്ങൾ ജെന്യുവിനായി തന്നെ കാര്യങ്ങളെല്ലാം തന്നെ സംസാരിക്കുക. അപ്പോൾ ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. സോ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഒരു ചാറ്റിങ്ങിലൂടെ നിങ്ങൾ ആരെയാണ് ഇംപ്രസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അവരെ ഇംപ്രസ് ചെയ്യാനായി സഹായിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ടിപ്സ് ഉപയോഗിക്കുന്നതിലൂടെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു ഓൺലൈനിലൂടെ തന്നെ നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തു പോകാൻ സാധിക്കും. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നിയെങ്കിൽ തീർച്ചയായും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു നല്ലൊരു വീഡിയോയുമായി കാണുന്നവരെ